എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ. ഒരാളവിടെ ഒരാളല്ല, രണ്ടുപേരും ഇവിടെ തിന്നുകൊണ്ടിരിക്കണം. ഒരാളവിടെ നന്നാക്കിക്കൊണ്ടിരിക്കണം. അടുപ്പത്ത് ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പോർക്കാണ് കേട്ടോ. പോർക്കൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഞങ്ങളുടെ ഷെഫാണ് ഈ വരുന്നത്. ഞങ്ങളുടെ സ്പെഷ്യൽ ഷെഫിൻ്റെ ബീഫ് എന്തോരായി ആയിക്കൊണ്ടിരിക്കണം. ബീഫ് നമ്മൾ പരമ്പരാഗത രീതിയിൽ തന്നെ അടുപ്പിൽ വെച്ച് വേവിച്ച് അടുപ്പിൽ തന്നെ ഇട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം തന്നെ പാകം വേവിനൊക്കെ എടുത്ത് ഉരുളിയിൽ അതിങ്ങനെ വറ്റിച്ചൊക്കെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെയാണ് ഇട്ട് വരട്ടിയെടുക്കണേ. അങ്ങനെ ബീഫ് ഇവിടെ റെഡിയായി. ക്യാമറയും കൊണ്ട് വരുന്നുണ്ടപ്പോഴത്തേനും ഓടിപ്പോകുന്നുണ്ടില്ലേ. ഓകുവാണെങ്കിൽ ഇവിടെ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തരുമോയെന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കാം കേട്ടോ എല്ലാവരും പിന്നാലെ. അപ്പോൾ ചിക്കൻ വറുത്തത് ഇങ്ങനെ കോരി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ. ഇനി ഇതാ മാങ്ങാച്ചാറല്ല, അങ്കമാലി മാങ്ങാക്കറി ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് പാവയ്ക്കത്തോരൻ. ഇത് മമ്മിക്ക് വേണ്ടിയിട്ടാണ്. മമ്മിക്ക് നോൺ വെജ് ഒന്നും അധികം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബിജുചേട്ടൻ ആണ് വീട്ടിലെ കാരണം പറയാൻ കാരണം അനീത്തിയുടെ നാത്തൂൻ്റെ ഭർത്താവാണ് കേട്ടോ, ബൈജുവിൻ്റെ പെങ്ങളുടെ ഭർത്താവ്. അപ്പോൾ മോളും അലീന മോളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനിയത്തിൻ്റെ 2 മക്കളും എല്ലാവരും കൂടി ഇരുന്ന് താഴെ ഇരുന്ന് കഴിക്കുകയാണ്. എല്ലാവർക്കും താഴെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുമിച്ചിരുന്ന് വട്ടം കൂടി ഇരുന്ന് കഴിക്കാം. പക്ഷേ മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് മമ്മിക്ക് താഴെ ഒന്ന് ഇരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മമ്മി ടേബിളിൽ, മമ്മിയുടെ കൂടെ ഒരു ആടിയുണ്ട് മമ്മിക്കൊരു കമ്പനിക്ക്, അവർ രണ്ടുപേരും ടേബിളിൽ കയറിയിരുന്നു. ബാക്കി എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇടം പിടിച്ച് ഒരുമിച്ചിരുന്ന് മാറി മാറി കഴിക്കാണ്ട് ഓരോരുത്തരായിട്ട് എണിച്ച് കൈ കഴുകുന്നുണ്ട്. അപ്പോൾ കഴിച്ചൊരു മാറും, അടുത്ത ആൾക്കാർ വന്നിരിക്കും. ഇത് ഞങ്ങളുടെ മെയിൻ ഷെഫ് കഴിക്കുന്നുണ്ട്. അപ്പുറത്ത് മിനിയുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു പെരുന്നാൾ ഇങ്ങനെയായിരുന്നു. ഈ ഒരാൾ മാത്രം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ വീട്ടിൽ കുറച്ച് കളിക്കൂട്ടുകാരുണ്ട്, അവരുടെ പിന്നാലെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് വന്ന വരവാണ് കേട്ടോ. വന്ന വഴി മുറിച്ച് വെച്ച വാട്ടർ മെലനൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്ത് ആളും എടുത്ത് ഒരെണ്ണം കഴിച്ച് കൂടെ തന്നെ മമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് മമ്മനെ ഇവിടെ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിൽ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് എൻ്റെ അനിയത്തിമാർ, കാണാത്തവർ കണ്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പ്രത്യേകം പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.